ഹായ് എവരിവൺ, എൻ്റെ പേര് ഹന്ന. ഞാൻ ട്രിപ്പിൾ ACC സ്റ്റുഡൻ്റ് ആയിരുന്നു. ഈ കഴിഞ്ഞ March 25 സെക്ഷൻ ACC ടാക്സേഷൻ പേപ്പറിൽ ഓൾ ഇന്ത്യ റാങ്ക് 3യും വേൾഡ് റാങ്ക് 8യും കിട്ടിയിട്ടുണ്ട്. ഞാൻ ACC എടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ACC കുറച്ചുകൂടി ഫ്ലെക്സിബിളാണ്. കാരണം നമ്മൾ ഗ്രൂപ്പ് വൈസ് ഒന്നല്ല എക്സാം വരുന്നത്, പേപ്പർ വൈസാണ് നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. അപ്പം ഒരു പേപ്പർ പാസ്സായാൽ ആ പേപ്പർ പാസ്സായി, പിന്നെ നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കേണ്ട. അപ്പം ഒരു പേപ്പർ പൊട്ടിയ ആ ഒരു പേപ്പർ മാത്രം നമ്മളൊന്ന് ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മതി. അപ്പം അങ്ങനൊരു അഡ്വാൻറ്റേജ് ACCക്ക് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള കോഴ്സ് ആയതുകൊണ്ട് തന്നെ എബ്രോഡ് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് മിഡിൽ ഈസ്റ്റ് സെറ്റിൽ ആവണം എന്നാണ് കൂടുതൽ ആഗ്രഹം. അപ്പം അതുകൊണ്ട് തന്നെ മിഡിൽ ഈസ്റ്റ് ബേസ് നോക്കുകയാണെങ്കിൽ ACCക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എനിക്ക് റാങ്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന പേപ്പർ എന്ന് പറയുന്നത് ടാക്സേഷൻ ആണ്. ടാക്സേഷൻ്റെ ഫാക്കൽറ്റി ഹാബിൽ സാറായിരുന്നു. ഹാബിൽ സാറ് നല്ല രീതിയിൽ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഓരോ കോൺസെപ്റ്റും സെറ്റാക്കി അതിനനുസരിച്ച് ക്വസ്റ്റ്യൻ പ്രാക്ടീസും സാറ് ക്വസ്റ്റ്യൻ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ച് അത് നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് ആണോ എന്നൊക്കെ സാറ് നല്ല രീതിയിൽ ചെക്ക് ചെയ്ത് മോണിറ്റർ ചെയ്യലുണ്ടായിരുന്നു. പിന്നെ എക്സാമിന് അടുപ്പിച്ച് സാറ് സ്റ്റഡി പ്ലാനൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സാറിൻ്റെ ഒരു നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു ഈ ഒരു ജേർണിയിൽ. സാറ് അത്യാവശ്യം നമുക്കിപ്പോൾ ഒരു ACC എക്സാം എഴുതുമ്പം കോൺസെപ്റ്റ് സെറ്റ് ആവുക എന്നുള്ളത് ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം കോൺസെപ്റ്റ് സാറ് നല്ലപോലെ സെറ്റാക്കി അതിനനുസരിച്ച് ഓരോ ക്വസ്റ്റ്യൻ പ്രാക്ടീസും ചെയ്ത് സാറ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ട്രിപ്പിൾ കാലിക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടുത്തെ ഫാക്കൽറ്റീസ് ആയിക്കോട്ടെ, മീൻസ് ഹാബിൽ സാറാണേലും മുഹമ്മദ് സാറാണേലും ബാക്കിയുള്ള എല്ലാ ഫാക്കൽറ്റീസ് ആണേലും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. ക്ലാസ്സസൊക്കെ നമുക്ക് ഒരു വെറും പഠിക്കുക എന്നുള്ളതിനുപരി നല്ലൊരു എൻ്റർടൈനിങ് ആയിട്ട് ബോറടിപ്പിക്കാണ്ട് നല്ല രീതിയിൽ ക്ലാസ് എടുത്ത് കോൺസെപ്റ്റൊക്കെ സെറ്റാക്കി തരുന്ന നല്ല ഫാക്കൽറ്റീസ് ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ട്രിപ്പിൾ ഓരോ ഇവൻറ്റ്സും പറ്റണ പോലെ എല്ലാ ഇവൻറ്റ്സും കണ്ടക്ട് ചെയ്ത് ഒരു എക്സാം പ്രഷർ അല്ലെങ്കിൽ സ്റ്റഡി പ്രഷറൊക്കെ കുറച്ചൊന്ന് റിലാക്സ് ആക്കി ആ ഒരു എൻവയോൺമെൻറ്റ്, നല്ലൊരു എൻവയോൺമെൻറ്റ് ഒരു ട്രിപ്പിൾ ക്യാമ്പസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ ഓരോ ഫെസിലിറ്റീസ് ആണെങ്കിലും സ്റ്റഡി റൂം ഫെസിലിറ്റി, മെൻറ്റർഷിപ്പ് ഫെസിലിറ്റി ഒക്കെ നമ്മളെ കോർഡിനേറ്റേഴ്സ് ആണെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. നല്ല ഒരു ഫ്രണ്ട്ലി വൈബായിരുന്നു എല്ലാവരുടെ അടുത്തും ഉണ്ടായിരുന്നു. എൻ്റെ പേര് അസീന, ഞാൻ ഹന്നൻ്റെ ഉമ്മയാണ്. ഇവൾക്ക് റാങ്ക് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നാട്ടിൽ ഇവിടെ അടുത്തുണ്ടായിട്ടില്ല. ഞാൻ തിരുവനന്തപുരത്തായിരുന്നു. തിരുവനന്തപുരത്തുള്ളവരെ ഇവിടെ വിളിച്ചിങ്ങനെ പറയുന്നു, ഉമ്മ എനിക്ക് വേൾഡ് റാങ്കും ഓൾ ഇന്ത്യ റാങ്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷമായി. പക്ഷെ അടുത്തില്ലാത്തൊരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ ഫാമിലിയിലാണ് മൊത്തം എല്ലാവരും ഏറ്റെടുത്ത് ഭയങ്കരമായിട്ട് ആഘോഷമാക്കി നിങ്ങളെ റാങ്ക്.